ഇപ്പോൾ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവേഴ്സ് SIR എന്ന് പറയും. എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം? 11+1=12 രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഉറപ്പുവരുത്താനുള്ള ഇലക്ഷൻ കമ്മീഷന് കീഴിൽ നേരത്തെ ബീഹാറിൽ നടപ്പിലാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരും പറയുന്നു ഇത് NRCയിലേക്കുള്ള പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ്. നേരത്തെ ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ ഈ തീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ 65 ലക്ഷത്തോളം ആളുകൾ പൗരത്വത്തിന് പുറത്തുപോയി എന്നാണ് പഠനം പറയുന്നത്, കണക്കുകൾ പറയുന്നത്. കാരണം മതിയായ രേഖകൾ സമർപ്പിക്കാനാകാതെ വരുമ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? അവര് പൗരത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാം പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു മുഅ്മിനീങ്ങളാകുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട, പക്ഷേ ജാഗ്രത വേണം. എന്താണ് ജാഗ്രത? ആവശ്യമായ ഡോക്യുമെന്റുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വോട്ടുള്ളവർക്കൊക്കെ വോട്ടുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ട്, ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ജാഗ്രത നമുക്കൊക്കെ ഉണ്ടാകണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വോട്ടുണ്ടാകണം. അതിന് മതിയായ രേഖകളും ഡോക്യുമെന്റുകളും എല്ലാം തയ്യാറാക്കി രാജ്യം നമ്മുടേതാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം 18 വയസ്സാകുമ്പോൾ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശമാണ്. നമ്മളും അത് ചെയ്യേണ്ടവരാണ്. സാധാരണ നേരത്തെയുള്ളത് 18 വയസ്സാകുമ്പോൾ ആ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ചുമതലയുമെല്ലാം ഇലക്ഷൻ കമ്മീഷനായിരുന്നെങ്കിൽ SIR വരുന്നതോടെ അതെല്ലാം നമ്മുടെ തന്നെ ബാധ്യതയായി മാറുകയാണ്. അവരൊരു ഫോം തരുന്നു, നമ്മളത് പൂരിപ്പിച്ചിട്ട് നമ്മുടെ വോട്ടവകാശത്തെ വാങ്ങിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയായി മാറുന്നു. എന്നാൽ അത് ജാഗ്രതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. NRC എന്നല്ല, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന പേരിൽ CAA വന്ന സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ.